ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം: വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായി ഹണ്ടർ കമ്മീഷൻ നിയമിതനായ വർഷം. വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായി ഹണ്ടർ കമ്മീഷൻ നിയമിതനായ വർഷം 1882. മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം. മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം റൂബിയോള. സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 2014 ഒക്ടോബർ 2. മഗധ രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം. മഗധ രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം രാജഗൃഹം. സാലിസ്ബറിയുടെ പുതിയ പേര്. സാലിസ്ബറിയുടെ പുതിയ പേര് ഹരാരെ. ട്രൂഷ്യൽ സ്റ്റേറ്റ്സിൻ്റെ പുതിയ പേര്. ട്രൂഷ്യൽ സ്റ്റേറ്റ്സിൻ്റെ പുതിയ പേര് UAE. രാസലീല ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? രാസലീല ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എവിടെയാണ്? കംബോഡിയ. അന്റാർട്ടിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി. അന്റാർട്ടിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി ഒനിക്സ് നദി. BR അംബേദ്കറുടെ അന്ത്യസ്ഥലം എവിടെ? BR അംബേദ്കറുടെ അന്ത്യസ്ഥലം എവിടെ? ചൈതന്യ ഭൂമി. ലോധി സുൽത്താൻമാരുടെ ഭരണകാലം ഏതാണ്? ലോധി സുൽത്താൻമാരുടെ ഭരണകാലം ഏതാണ്? 1451 മുതൽ 1526 വരെ. മുഹമ്മദ് ഗോറിയുടെ ഏത് അടിമയാണ് 1206 അടിമവംശം സ്ഥാപിച്ചത്? മുഹമ്മദ് ഗോറിയുടെ ഏത് അടിമയാണ് 1206 അടിമവംശം സ്ഥാപിച്ചത്? കുത്തബ്മീൻ ഐബക്ക്. ലാഖ് ബക്ഷ് അഥവാ ലക്ഷങ്ങൾ നൽകുന്നവൻ എന്ന അപരനാമമുണ്ടായിരുന്ന സുൽത്താൻ ആര്? ലാഖ് ബക്ഷ് അഥവാ ലക്ഷങ്ങൾ നൽകുന്നവൻ എന്ന അപരനാമമുണ്ടായിരുന്ന സുൽത്താൻ ആര്? കുത്തബ്മീൻ ഐബക്ക്. കുത്തബ്മീൻ ഐബക്ക് 1193 നിർമ്മാണത്തിന് തുടക്കമിട്ട പ്രസിദ്ധമായ ചരിത്ര സ്മാരകമേത്? കുത്തബ്മീൻ ഐബക്ക് 1193 നിർമ്മാണത്തിന് തുടക്കമിട്ട പ്രസിദ്ധമായ ചരിത്ര സ്മാരകമേത്? കുത്തബ് മീനാർ. കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഫിറോസ് ഷാ തുഗ്ലക്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മിനാരമേത്? ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മിനാരമേത്? കുത്തബ് മീനാർ. ഡൽഹി സിംഹാസനത്തിലേറിയ ആദ്യത്തെ സുൽത്താൻ ആര്? ഡൽഹി സിംഹാസനത്തിലേറിയ ആദ്യത്തെ സുൽത്താൻ ആര്? കുത്തബ്മീൻ ഐബക്ക്. പോളോ കളിക്കിടെ കുതിരപ്പുറത്തു നിന്ന് വീണു മരിച്ച ഡൽഹി സുൽത്താൻ ആര്? പോളോ കളിക്കിടെ കുതിരപ്പുറത്തു നിന്ന് വീണു മരിച്ച ഡൽഹി സുൽത്താൻ ആര്? കുത്തബ്മീൻ ഐബക്ക്. കുത്തബ്മീൻ ഐബക്കിൻ്റെ പിൻഗാമിയായിരുന്ന ഡൽഹിയിലെ രണ്ടാമത്തെ സുൽത്താൻ ആരായിരുന്നു? കുത്തബ്മീൻ ഐബക്കിൻ്റെ പിൻഗാമിയായിരുന്ന ഡൽഹിയിലെ രണ്ടാമത്തെ സുൽത്താൻ ആരായിരുന്നു? ആരം ഷാ.
ഡൽഹി സിംഹാസനത്തിൻ്റെ സ്ഥിരത ഉറപ്പുവരുത്തിയ കുത്തബ് ബിൻ ഐബക്കിൻ്റെ അനന്തരവനായിരുന്ന ഭരണാധികാരി ആര്? ഡൽഹി സിംഹാസനത്തിൻ്റെ സ്ഥിരത ഉറപ്പുവരുത്തിയ കുത്തബ് ബിൻ ഐബക്കിൻ്റെ അനന്തരവനായിരുന്ന ഭരണാധികാരി ആര്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ സ്ഥലം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ സ്ഥലം. മണ്ണടി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച വർഷം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1921. കേരളത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം. കേരളത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം ദേവികുളം. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ആരുടെ ഭരണകാലത്താണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ആരുടെ ഭരണകാലത്താണ്? സ്വാതി തിരുനാൾ. നീലജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി. നീലജലം നയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്ന നഗരം. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്ന നഗരം നെയ്യാറ്റിൻകര. അച്ചിപ്പുടവ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? അച്ചിപ്പുടവ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആനന്ദകുമ്മി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആനന്ദകുമ്മി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കെ ശൈലജ. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണി. സൂര്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണം. സൂര്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണം ചുവപ്പ്. ദൃശ്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം. ദൃശ്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം വയലറ്റ്. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ? പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ? പച്ച, നീല, ചുവപ്പ്. മഴവില്ലിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നിറം വയലറ്റ്. മഴവില്ലിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നിറം വയലറ്റ്. കടലിൻ്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. കടലിൻ്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ CV രാമൻ. പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ത്? പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ത്? പ്രകാശോർജം രാസോർജമായി മാറുന്നു. എന്തിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ? എന്തിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ? ലെൻസിൻ്റെ പവർ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം യുറാനസ്. വലയഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം
വലയ ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ഗ്രഹം. ശനി. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏത്? പെരുമണ്ണ. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ഏത്? അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ഏത്? പാരീസ് ഉടമ്പടി. ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇൻ്റർനെറ്റ് ലഭ്യത. ആദ്യ പ്ലാസ്റ്റിക് കറൻസി നിലവിൽ വന്ന രാജ്യമേത്? ആദ്യ പ്ലാസ്റ്റിക് കറൻസി നിലവിൽ വന്ന രാജ്യമേത്? ഓസ്ട്രേലിയ. സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ആരുടെ? സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ എഴുതിയത്? VS അച്യുതാനന്ദൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കാളിത്തം ഇല്ലാതെ നടന്ന വട്ടമേശ സമ്മേളനം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കാളിത്തമില്ലാതെ നടന്ന വട്ടമേശ സമ്മേളനം ഏത്? 1932 മൂന്നാം വട്ടമേശ സമ്മേളനം. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? അനീമിയ. വോട്ടിംഗ് പ്രായം 18 ആക്കി കുറച്ച പ്രധാനമന്ത്രി ആര്? വോട്ടിംഗ് പ്രായം 18 ആക്കി കുറച്ച പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. ആഗമാനന്ദ അന്തരിച്ച വർഷം ഏത്? ആഗമാനന്ദ അന്തരിച്ച വർഷം ഏത്? 1961.